നമസ്കാരം. ഞാൻ പ്രസീദ് മണൽവട്ടം. പ്രിയപ്പെട്ടവരെ, എൻ്റെ നാട് മണൽവട്ടം എന്ന് പറയുന്ന ചാനൽ ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ കണ്ണങ്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. അതിമഹത്തരമായ മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് കണ്ണങ്കോട്. കണ്ണങ്കോട് വളരെ മനോഹരമായ വളരെ പുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. കണ്ണങ്കോട് അപ്പപ്പം കുന്ന് വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അധികാരത്തിലിരുന്നപ്പോൾ, അതുപോലെ തന്നെ ചിതറ ഗ്രാമപഞ്ചായത്തിൽ UDF പഞ്ചായത്ത് ഭരിച്ചിരുന്ന സമയത്ത് ടൂറിസം പാക്കേജിൽ ഉൾപ്പെടുത്തി ഒരു ടൂറിസ്റ്റ് വില്ലേജ് ആക്കുന്നതിന് പരിശ്രമിച്ചിരുന്ന ഒരു സ്ഥലമാണ് കണ്ണങ്കോട്. ഏകദേശം 10 വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റും ഇടതുപക്ഷ അനുഭാവമുള്ളൊരു പഞ്ചായത്തുമായിരുന്നു ചിതറ. എന്നാൽ ഈ കണ്ണങ്കോട് എന്ന് പറയുന്ന പ്രദേശത്ത് UDF ഗവൺമെന്റ് അന്ന് പരിശ്രമിച്ചിരുന്ന കണ്ണങ്കോട് ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുന്ന പദ്ധതിയെ അട്ടിമറിച്ചുകൊണ്ട് LDFന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് സമിതിയും LDFന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് കണ്ണങ്കോടുള്ള അപ്പപ്പം കുന്ന്. ഈ അപ്പപ്പം കുന്നിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നല്ലൊരു ടൂറിസ്റ്റ് വില്ലേജ് ആക്കിക്കൊണ്ട് ടൂറിസ്റ്റുകൾക്ക് വരുവാനും പോകുവാനും ഉള്ള സൗകര്യം ഏർപ്പെടുത്തിയാൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥലമായി കണ്ണങ്കോട് അപ്പപ്പം കുന്ന് എന്ന് പറയുന്ന പ്രദേശം മാറും. അതോടൊപ്പം തന്നെ ചിതറ പഞ്ചായത്തിന്റെയും ചടയമംഗലം നിയോജകമണ്ഡലത്തിന്റെയും വികസന പന്താവിൽ ഒരു പൊന്തൂവലായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽ പൊതുജനങ്ങൾ ഈ സംരംഭം ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തിനെയും പഞ്ചായത്ത് അധികാരികളെയും ഗവൺമെന്റിനെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പാവപ്പെട്ട സാധാരണക്കാരോട് ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് പുതിയ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലേറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പഞ്ചായത്തിന്റെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ഗവൺമെന്റിനെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ടൂറിസ്റ്റ് പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ണങ്കോട് എന്ന് പറയുന്ന പ്രദേശത്തെ അപ്പപ്പം കുന്ന് എന്ന് പറയുന്ന അമ്പലവും പരിസരവും ടൂറിസ്റ്റ് വില്ലേജാക്കി പ്രഖ്യാപിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകണം. അതിന് ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തണം. ഇവിടെയുള്ള ഓരോ സാധാരണക്കാരും നിവാസികളും നിവേദനങ്ങൾ ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു സംഭവം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് എൻ്റെ നാട് മണൽവട്ടം എന്ന് പറയുന്ന ചാനൽ ഇവിടെ എത്തിപ്പെട്ടിരിക്കുന്നത്. എല്ലാ സാധാരണക്കാരും ഒത്തൊരുമയോടുകൂടും ഐക്യത്തോടും ഗവൺമെന്റിലും പഞ്ചായത്തിലും സ്വാധീനം ചെലുത്തി ടൂറിസം വില്ലേജ് അനുവദിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ നാട് മണൽവട്ടം എന്ന് പറയുന്ന ചാനലിന് പറയുവാനുള്ളത്.